അഗ്നിയും ചാരവും പാറയും മറ്റും പുറംതള്ളുന്ന പർവ്വതങ്ങളെ ആംഗലേയത്തിൽ വോൾക്കാനോ പറയുന്നു. ഗ്രീക്ക് പുരാണത്തിലെ അഗ്നിദേവനായ വോൾക്കന്റെ പേരിൽ അറിയപ്പെടുന്ന ഇറ്റലിയിലെ സിസിലിക്കടുത്തുള്ള വോൾഗാനിക് ദ്വീപിൽ നിന്നുമാണ് അഗ്നിപർവ്വതങ്ങൾക്ക് വോൾക്കാനോ എന്ന് പേരുവന്നത് എന്ന് കരുതുന്നു. വിവരണം റോമൻ ചരിത്രരേഖകളിലുണ്ട്. പുകയും തീയും വമിപ്പിച്ച് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വതമായിട്ടാണ് അഗ്നിപർവ്വതത്തെ പൊതുവെ ധരിച്ചിരുന്നത്. ശാസ്ത്രത്തിന്റെ വളർച്ച ഈ ധാരണയെ തച്ചുടച്ചു. തടികളും മറ്റും കത്തുന്നതുപോലെ സാധാരണ ജ്വലനത്തിന് ഇവിടെ പ്രസക്തിയില്ല. ചിലപ്പോൾ വിലമുഖങ്ങളിൽ തീജ്വാലയുണ്ടാകാം. ആന്തരികമായ ചൂടുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ബാഷ്പങ്ങൾ വായുവുമായി ഇടകലരുമ്പോഴുണ്ടാകുന്ന ഉരസൽ മൂലം തീ കത്തുന്നതാണ്. അഗ്നിപർവ്വത പ്രക്രിയ പർവ്വതാഗ്രങ്ങളിൽ നിന്നാകണമെന്നില്ല. മിക്ക അഗ്നിപർവ്വതങ്ങളും സ്ഫോടനത്തിനു ശേഷം ഉയർന്നു വന്നിട്ടുള്ളവയാണ്. നേപ്പിൾസ് ഉൾക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന വെസൂവിയസ് ഇതിനുദാഹരണമാണ്. പണ്ട് ഒരു അഗ്നിപർവ്വത ദ്വീപായിരുന്ന ഇത് ഉദ്ഗാരഫലമായി കടൽ നികന്നു കരയുമായി ബന്ധിക്കപ്പെട്ടു. പാറകളിൽ നിന്നുള്ള മർദ്ദം കാരണം മാഗ്മ പൊട്ടിത്തെറിക്കുകയോ ദുർബല പാറകളെ ഉരുക്കി വിടവുകളുണ്ടാക്കി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് കുതിക്കുകയോ ചെയ്യും. ഉപരിതലത്തിലെത്താറാവുമ്പോൾ മാഗ്മയിലെ വാതകം വേർപെടും. അവിടെ ഒരു വിടവുണ്ടാക്കി വാതകവും മാഗ്മയുമെല്ലാം വെളിയിലേക്ക് ചാടും. ഇവ വലിയ ശിലാഖണ്ഡങ്ങൾ മുതൽ ചെറുകണങ്ങളും തരികളും വരെയായി വിവിധ വലിപ്പത്തിൽ ചിതറി വീഴുന്നു. ധൂമപടലങ്ങളും ഇതിന്റെ കൂടെയുണ്ടാകാം. സാന്ദ്രമായ നീരാവി ശിലാധൂളിയുമായി കലർന്നുണ്ടാകുന്ന ഇരുണ്ട വിഷമയ പദാർത്ഥങ്ങൾ ധൂമപടലമായി പ്രത്യക്ഷപ്പെടുന്നു. ചിലപ്പോൾ ഇവ മേഘപാളി പോലെ കാണപ്പെടും. പ്രധാനമായും 3 തരം അഗ്നിപർവ്വതങ്ങളുണ്ട്. ഷീൽഡ് അഗ്നിപർവ്വതങ്ങളാണ്. 1. ലാവ പലവിള്ളലുകളിലൂടെ പുറത്തു വന്ന് വലിയൊരു പ്രദേശത്ത് വ്യാപിക്കുമ്പോഴാണ് ഇവയുണ്ടാകുന്നത്. സിൽഡർ കോൺസ്, സെന്റർ കോൺ എന്നറിയപ്പെടുന്നവയാണ് രണ്ടാമത്തെ ഇനം. പാറകഷ്ണങ്ങൾ ഒരു പ്രധാന വിടവിലൂടെ പുറത്തേക്ക് വന്ന് അതിനു ചുറ്റും അടിഞ്ഞുകൂടുമ്പോഴാണ് ഇവ ഉണ്ടാകുന്നത്. 3. മൂന്നാമത്തേത് കോമ്പസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. കൂടെ കൂടെ പൊട്ടിത്തെറിയുണ്ടായി ലാവയും പാറകഷ്ണങ്ങളും ഒക്കെ ഒരു വിടവിലൂടെ പുറത്തുവന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. പുറത്തുവരുന്ന വസ്തുക്കൾ പലത്തുകളിലായി അടിഞ്ഞുകൂടിയിരിക്കും. പിരമിഡിന്റെ ആകൃതി ആയിരിക്കും ഇത്തരം അഗ്നിപർവ്വതങ്ങൾക്ക്. പല അഗ്നിപർവ്വത പ്രദേശങ്ങളിലും ചൂടുറോകളും ഹോട്ട് സ്പ്രിങ്സ്, ഫ്യൂമറോളുകളും ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇവ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ചില ചൂടുറോകൾ വരണ്ട കാലാവസ്ഥയിൽ ഫ്യൂമറോളുകളായും ആർദ്ര കാലാവസ്ഥയാകുമ്പോൾ വീണ്ടും ചൂടുറോകളായും മാറുന്നു. ചൂടുറോകൾക്ക് നിദാനം പ്രധാനമായും ഭൂഗതജലം ആണെന്നും അവ മാഗ്മയിൽ നിന്നുണ്ടാകുന്ന നീരാവി കൊണ്ട് ചൂടുപിടിക്കുകയാണെന്നുമുള്ള വാദത്തെ ഇത് ന്യായീകരിക്കുന്നു. പലതരത്തിലുള്ള ചൂടുറോകൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടവ തിളയ്ക്കുന്ന ഉറവകളും ഉഷ്ണോൾസ്, ജെയ്സറുകളുമാണ്. പല അഗ്നിപർവ്വത പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് തിളയ്ക്കുന്ന നീരുറവുകൾ. യു.എസിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ ഇവ ധാരാളമുണ്ട്. ഇവ ചൂടുവെള്ളമുള്ള കുളങ്ങൾ മുതൽ ശക്തിയായി തിളയ്ക്കുന്ന ഉറവകൾ വരെ ആകാം. ഇടവിട്ടിടവിട്ട് കുറേയധികം ചൂടുവെള്ളവും നീരാവിയും കൂടി പൊട്ടിത്തെറിയോടെ പുറത്തേക്കു തള്ളുന്ന ചൂടുറോകളെയാണ് ഉഷ്ണോത്സം എന്നു പറയുന്നത്. ചില അവസരങ്ങളിൽ ഇവ 100 കണക്കിന് അടി ഉയരത്തിൽ ചീറ്റാറുണ്ട്. ചിലതിന്റെ ഉദ്ഗാരം ഏതാനും നിമിഷത്തേക്കായിരിക്കും. എന്നാൽ മിനിറ്റുകളോളമോ മണിക്കൂറുകളോളമോ നീണ്ടു നിൽക്കുന്നവയുമുണ്ട്. ബഹിർഗമിക്കുന്ന ജലത്തിന്റെ അളവ് വളരെ കുറച്ചു മുതൽ അനേകായിരം മീ വരെ ആകാം. ചില ഉഷ്ണോത്സങ്ങൾ ഒരു നിശ്ചിത സമയക്രമം പാലിച്ച് ആവർത്തിക്കുന്നു. എന്നാൽ ഭൂരിഭാഗവും യാതൊരു ക്രമവും പാലിക്കാത്തവയാണ്.